അയ്യോ, ഇന്നത്തെ നമ്മുടെ സ്റ്റോറി നടക്കുന്നത് 1989 വിൽഷെയറിലെ ഓഹിയോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. റോജർ ഫാമിലി ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കഥയാണ്. കഥയല്ല, യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണെന്ന് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു കഥ മുമ്പോട്ട് കാണണമെന്ന് ഞാൻ പറയില്ല. ഇത് യഥാർത്ഥ കഥയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് വളരെ ഡിസ്ട്രസിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർന്ന് കാണണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കും. കാരണം ഇത് ഈ ഒരു കഥ കഴിയുമ്പോഴത്തേക്കും കേട്ട് കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് താനെ അതൊന്നിലപ്പുറമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുറന്ന് കാണണോ വേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കും. ഇത് 1989 റോജർ ഫാമിലി നടന്നൊരു സംഭവമാണ്. ഈ ഓഹിയോ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് വളരെ ചെറിയ ടൗണാണ്. ഏകദേശം 600 പേരാണ് ആ ഒരു ടൈമിൽ 1989 അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കുടുംബമായിട്ട് വേണമെങ്കിൽ പറയാം. പണ്ടത്തെ ഇവിടെ നാട്ടുമ്പുറം പോലെ ഒരു സെറ്റപ്പൊക്കെയാണ്. അവിടെ തമ്മിൽ ആളുകൾക്കറിയാം, അടുത്ത് താമസിക്കുന്ന ആരാണെന്നും അവർക്കറിയാം. അങ്ങനെ ഒരു സെറ്റപ്പാണ്. ചെറിയൊരു ടൗണാണ്. തോനി ഫാക്ടറി വർക്കേഴ്സാണ്, പിന്നെ കർഷകരുണ്ട്. ബാക്കിയുള്ള ആളുകളെന്ന് പറയുമ്പോൾ അവിടെ അടുത്തുള്ള ചെറിയ ചെറിയ ഒരു ബിസിനസ് സ്ഥാപനങ്ങളുണ്ടല്ലോ, ചെറിയ വ്യവസായിക സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ തമ്മിൽ ആളുകൾക്കൊക്കെ അറിയാം. ഇവിടെ ഉള്ള ഒരു ചെറിയ ഫാമിലിയാണ് റോജർ ഫാമിലി എന്ന് പറയുന്നത്. ഹാൽ റോജർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വൈഫ് ജോൻ എന്നാണ്, ആളിൽ ജോ എന്ന് വിളിക്കും. പിന്നെ അവരുടെ 2 മക്കൾ, മിഷേലും ഉണ്ട്, ക്രിസ്റ്റിയും ഉണ്ട്. അപ്പോൾ ഈ 4 പേരാണ് ചെറിയൊരു കുടുംബം. ഹാലും ജോവനും ഇവർ ഹൈസ്കൂളിൽ വെച്ച് പരിചയപ്പെടുന്നതാണ്. ആ സമയം തൊട്ടുള്ളൊരു ബന്ധമാണ്. ഹാൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ജോവൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളൊരു ആളായിരുന്നു ജോവൻ എന്ന് പറയുന്നത്. ആ സ്കൂളിൽ എല്ലാവർക്കും അറിയാം, വളരെ ആക്റ്റീവാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ജോവൻ. മറ്റേ ആളാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. ഇവരുടെ പേഴ്സണാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ധ്രുവങ്ങളിലാണ്. ഇപ്പോൾ ജോവൻ ആണെങ്കിൽ വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്, മറ്റേ ആളാണെങ്കിൽ റിസർവ്ഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ ഇതൊന്നും അവരുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ സമയത്ത്, എല്ലാം കഴിഞ്ഞ് ഗ്രാജുവേഷൻ ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും മിഷേലിനെ പ്രഗ്നൻ്റ് ആവുകയാണ് ജോവൻ. അത് കഴിഞ്ഞു. അതിനുശേഷമാണ് ഇവർ കല്യാണം കഴിക്കുന്നതൊക്കെ. ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത് ഇവർ കല്യാണം കഴിക്കുന്നു. എന്നിട്ട് ഇവർ ഫാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചെറിയൊരു ഫാമിലോട്ട് അവർ താമസം മാറുകയാണ്. അങ്ങനെ അവരവിടെ വളരെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഒരു 2-3 വർഷം കഴിഞ്ഞ ശേഷം, കുറച്ച് നാൾ കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ ശേഷമാണ് അടുത്ത ആൾ ജനിക്കുന്നത്, ക്രിസ്റ്റി. അങ്ങനെ അതുകൂടെ ആയപ്പോഴേക്കും അവരുടെ ഫാമിലി കംപ്ലീറ്റ് ആയി. അപ്പം ജോവനായി, ഹാല്, അവരുടെ 2 മക്കൾ മിഷേൽ, ക്രിസ്റ്റി. സംഭവം ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫാമിൽ നിന്ന് കിട്ടുന്ന വരുമാനം തികയാണെന്ന് തോന്നുന്നു ഇവർക്ക് ഒരു ബില്ല് പേ ചെയ്യാനായിട്ട്. അങ്ങനെ ജോവൻ ഒരു കമ്പനിയിൽ, അടുത്തുള്ള ഒരു കമ്പനിയിൽ ഫോർത്ത് ലിഫ്റ്ററായിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പാർട്ട് ടൈമാണ്, നൈറ്റ് ഷിഫ്റ്റ് ആണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് നിൽക്കും. അങ്ങനെ അവരുടെ ഫാമിലി സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഈസി അല്ലായിരുന്നു എങ്കിലും ഒരു എന്താ പറയുക, സന്തുഷ്ട കുടുംബം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു ഹാപ്പി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവരുടെ ലൈഫ്. ആഴ്ച ഒരു ദിവസം പുറത്തോട്ടൊക്കെ പോയി, വലിയ ട്രിപ്പൊന്നും അല്ല, ചെറിയ അടുത്തോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങാനൊക്കെ പോയി, അങ്ങനെയൊക്കെ പോകുന്ന ഒരു ഫാമിലി ആയിരുന്നു. ഈ 2 പെൺകുട്ടികളാണെങ്കിൽ സ്കൂളിൽ വളരെ എന്താ പറയുക പോപ്പുലർ ആയിട്ടുള്ള 2 ആളുകളാണ്. എല്ലാ ആക്ടിവിറ്റീസിനും പങ്കെടുക്കും. സ്പോർട്സിലാണെങ്കിലും മറ്റു ആർട്സിലാണെങ്കിലും എല്ലാം പങ്കെടുക്കും. അത് എല്ലാവർക്കും അറിയാം. ഈ ജോവനെ കണക്ക് തന്നെ നല്ല എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള 2 പെൺകുട്ടികളാണ്, മിഷേൽ, ക്രിസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവർ ഈ ഫാമിൽ വന്ന് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. അതാണൊക്കെ തന്നെ ആനിമൽസിൻ്റെ അവിടെ ഉള്ളതെന്ന് പറയുമ്പോൾ പശുക്കളൊക്കെയാണ്. അപ്പോൾ അതിനെയൊക്കെ അടുത്ത് പോയി കളിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ പണികൾ. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സംഭവം നടക്കുന്നത്. ഈ കുടുംബത്തിനെ ശിഥിലമാക്കാനായിട്ട് അവിടെ ഒരു ഞാൻ പറഞ്ഞില്ല, ക്ഷണിക്കപ്പെട്ട ഒരു അതിഥി വരുന്നു. അതായത് ഹാലിൻ്റെ ബ്രദർ, അദ്ദേഹത്തിന് ഒരു ജോൺ എന്നാണ്. അദ്ദേഹം ഇവരുടെ കൂടെ തന്നെയാണ് താമസിച്ചിരുന്നത്. ആ ഒരു ഫാം ഹൗസിൽ ജസ്റ്റ് ഒരു എന്താ പറയുക ട്രെയിലർ, സെപ്പറേറ്റ് ആയിട്ടൊരു ട്രെയിലറുണ്ട്. ആ ഒരു ഫാമിനകത്ത് തന്നെയാണ്, അതിനകത്താണ് പുള്ളി താമസിച്ചിരുന്നത്. അദ്ദേഹം മിഷേലിനെ കഴിഞ്ഞ 3 വർഷമായിട്ട് അബ്യൂസ് ചെയ്യുകയായിരുന്നു, അസോൾട്ട് ചെയ്യുകയാണെന്ന് ഹാലറിയാം. അതറിയാനുണ്ടായ കാരണം ഈ ജോണിൻ്റെ ട്രെയിലറിൽ നിന്ന് കിട്ടിയ മിഷേലിൻ്റെ കുറച്ച് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ്. അപ്പോൾ ഇതറിഞ്ഞതും മൊത്തത്തിൽ പ്രശ്നമായി. ആ ഒരു കുടുംബം മൊത്തത്തിൽ ശിഥിലമാവുന്നൊരവസ്ഥയിലേക്ക് വന്നു. ഒരു പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തു. അങ്ങനെ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ തന്നെ ഈ ജോണിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് പിന്നീട് ഒരുപാട് നാൾ ഈ ജയിലിനകത്ത് കിടക്കേണ്ടി വന്നു. പക്ഷേ എങ്കിലും ഇവിടെ ആ ഒരു ഫാമിലിക്ക് ഉണ്ടാക്കിയ മുറിവ് പോത്തില്ല. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ അദ്ദേഹത്തിൻ്റെ മോളെ ഒരാൾ ഇങ്ങനെ അസോൾട്ട് ചെയ്യുക എന്നുള്ളത്. അതും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ബ്രദറാണ്, സ്വന്തം ചോരയിലുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം മോളെ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തിന് അവനെ കൊല്ലണമെന്നുണ്ടായിരുന്നു. പക്ഷെ കുറേ കാലം ഇദ്ദേഹം അകത്തായിരുന്നു. ഈ ജോൺ എന്ന് പറഞ്ഞ ആൾ അകത്തായത് കാരണം കൊണ്ട് തന്നെ അതിന് പറ്റിയില്ല.
ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അത് പറ്റിയില്ല. അങ്ങനെ വലിയൊരു പ്രശ്നത്തിലാണ്. ഇതിൽ പുറമെ വേറൊരു സംഭവം ഉണ്ടായി. വളരെ ദുഃഖിപ്പിക്കുന്ന വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഹാലിൻ്റെയും ജോണിൻ്റെയും അമ്മ അവര് ജോണിൻ്റെ സൈഡാണ് പിടിക്കുന്നത്. ജോണിൻ്റെ സൈഡിൽ നിന്നിട്ട് പറയുകയാണ്, ഇല്ല എൻ്റെ മോൻ അങ്ങനൊന്നും ചെയ്യത്തില്ല, ഇത് മിഷേൽ കള്ളം പറയുകയാണെന്ന് പറഞ്ഞു. ഇത് ഹാലിനെ ഒന്നും കൂടെ ദുഃഖത്തിലേക്ക് ആഴ്ത്തി എന്നുള്ളതാണ്. സ്വന്തം അമ്മ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇതിങ്ങനെ ചുമ്മാ പറയാൻ മാത്രമല്ല ഉണ്ടായത്, ആ ഒരു ടൗണിൽ മൊത്തം അങ്ങനെ പറഞ്ഞു പരത്തി. അതായത് മിഷേലാണ് കുറ്റക്കാരി, അവളെൻ്റെ മോനെ ഇങ്ങനെ പറഞ്ഞ് ജയിലിനകത്താക്കിയെന്നും പറഞ്ഞു. അപ്പോൾ ഇത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഒരു ഫാമിലി മൊത്തത്തിൽ ശിഥിലമായി പോയൊരു അവസ്ഥയാണ്. അതായത് ടൗണിലോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നു. വല്ലാത്തൊരു അവസ്ഥ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഒരു ഐഡിയ തോന്നുവാണ് ഒരു വെക്കേഷന് പോകാമെന്നുള്ളത്. കാരണം ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിന്നും ചെറിയൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് എഴുതിയിട്ട് ഹാല് പറയുകയാണ്, നിങ്ങൾ കഴിഞ്ഞ വെക്കേഷന് പോകാൻ പറയുകയാണ്. അതൊരു ലേഡീസ് ട്രിപ്പാണ്. കാരണം നേരത്തെ ഹാല് മാറിയുന്നു, അപ്പോൾ ആ ഫാമിൽ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു. ഇഷ്ടമുള്ള സ്ഥലം നിങ്ങൾ തന്നെ കണ്ടെത്തിക്കും, എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം പോയി അടിച്ചു പൊളിക്കട്ടെ എന്നുള്ള രീതിയിൽ കൂടെ പറയുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് ഒരു 1-2 ദിവസം മാറി നിന്നിട്ട് അവർക്ക് സന്തോഷിക്കാൻ പറ്റിയാണ് എന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ. കുട്ടികളാണ്. പിന്നെ ജോവനും കൂടെ പോകാൻ പറഞ്ഞു. അങ്ങനെ ഇവർ മൂന്നും പ്ലാൻ ചെയ്യണം. ശേഷം 1-2 ആഴ്ചയൊക്കെ എടുത്തിട്ടാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് മെയ് 26 അവർ 1989 അവർ ഡേറ്റ് ഫിക്സ് ചെയ്തത് പോകാനായിട്ട്. ഫ്ലോറിഡയാണ് ഇവർ കണ്ടുവച്ച സ്ഥലം. അങ്ങനെ മെയ് 26, 1989 അവരുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവരുടെ ഒരു ബ്ലൂ സെഡാൻ കാറുണ്ട്, അതിനകത്താണ് അവർ പോകുന്നത്. അവർ 8 മണിക്കൂർ അവർ ഓഹിയോയിലൂടെ അവർ യാത്ര ചെയ്തു. കെൻറ്റക്കി, ടെന്നസി വഴി ജോർജിയയിൽ അവരൊരു മോട്ടലിൽ റൂം എടുക്കുകയാണ്. അതിനുശേഷം അടുത്ത ദിവസം പിന്നെ ഫ്ലോറിഡയിലേക്ക് പോകാമെന്നുള്ള പ്ലാനാണ് അവരുടെ. അങ്ങനെ റൂം എടുത്തു. ഏർലി മോർണിംഗിൽ അവർ എഴുന്നേറ്റു. അതിനുശേഷം അവർ ഫ്ലോറിഡയിലേക്ക് വെച്ചു പിടിച്ചു. അങ്ങനെ ഫ്ലോറിഡ എത്തിയതിനു ശേഷം അടുത്ത 2 ദിവസം അവർ അവിടെ ആയിരുന്നു. അതാണ് അവരുടെ പ്ലാൻ എന്ന് പറയുന്നത്. അടുത്ത 2 ദിവസം മാക്സിമം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, അമ്യൂസ്മെന്റ് പാർക്കുകൾ, സൂകൾ. അങ്ങനെ മെയ് 29 ജോവാൻ ഹാലിനൊരു പോസ്റ്റ് കാർഡ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തമാശ രൂപേണ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ പെൺപിള്ളേർ എന്നെ ഈ സിറ്റി മൊത്തം വലിച്ചഴക്കുകയാണ്. അപ്പം ആ മെസ്സിൻ്റെ ടൂൺ കേൾക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ അവർ ഹാപ്പി ആണെന്നുള്ളത്. അതിനുശേഷം അവർ പറയുന്നുണ്ട് ജൂൺ 3-ാം തീയതി തിരിച്ച് അവിടെ എത്തും എന്നുള്ളത്. എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് കാർഡ് അവസാനിക്കുന്നത്. ഇനി തുടർന്ന് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം എന്താണ് ഇവർക്ക് സംഭവിച്ചെന്നുള്ളത്. അത് വളരെ നടക്കുന്ന സംഭവമാണ്. പിന്നീട് ഇനി അങ്ങോട്ട് കേൾക്കാൻ പോകുന്നത്.